അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ VJ അനിൽ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോട് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ VJ അനിൽ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. എൻ്റെ പേര് അനിൽ VJ. എൻ്റെ സ്വദേശം കൊട്ടാരക്കര വെട്ടിക്കവിലയാണ് എൻ്റെ സ്വദേശം. ഞാൻ ജനിച്ചതും വളർന്നത് കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വിദ്യാഭ്യാസവും കടമ്പനാട് മാഞ്ഞാലിൽ LP സ്കൂളിലായിരുന്നു പ്രാഥമികമായ വിദ്യാഭ്യാസം. അതിനുശേഷം കടമ്പനാട് കല്ലൂഴി സെന്റ് തോമസ് ഹൈസ്കൂളിലേക്ക് 5ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസം മാറുകയും അവിടെ പഠിച്ച് 10ാം ക്ലാസ് വരെ പഠിക്കുകയും ചെയ്യും. ഞങ്ങള് അച്ഛനും അമ്മയ്ക്കും 5 മക്കളായിരുന്നു. 4 ആണും 1 സഹോദരി. വിദ്യാഭ്യാസമായി എല്ലാവർക്കും 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ചെയ്യാൻ ഒരു അവസരവും ഭാഗ്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി. എല്ലാവരും 10ാം ക്ലാസ് വരെ പോകാനും പറ്റിയിട്ടുണ്ട്. എൻ്റെ 2 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അച്ഛനായിരുന്നു ഞങ്ങളെ വളർത്തിയതും കൂടെയൊക്കെ കൂട്ടി നടന്നതും ഒക്കെ. അപ്പോൾ അനുസരിച്ചുള്ള ബുദ്ധിമുട്ട് കുടുംബജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ജോലി കുറവുള്ള ഒരു സമയമായിരുന്നു. എങ്കിലും ഞങ്ങളെ 5 പേരെയും മറ്റൊരിടത്തേക്കും പറഞ്ഞയക്കാതെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെയോ എൻ്റെ പിതാവ് വളർത്തി. ഞങ്ങൾക്ക് പ്രാഥമികമായ എല്ലാ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ എല്ലാവരും 5 ആളുകളെ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ കഴിയും. അതിനുശേഷം ഓരോരുത്തരായി പല വിധത്തിലുള്ള ഞങ്ങൾ യഥാസ്ഥിതിയ വിശ്വകർമ്മ സമുദായത്തിലെ അംഗമാണ്. അങ്ങനെ ജോലി ആശാരിപ്പണിയാണ് ഞങ്ങള് കുടുംബപരമായിട്ടുള്ള ജോലി ആശാരിപ്പണിയായിരുന്നു. എല്ലാവരും സഹോദരി ഒഴിച്ച് ബാക്കി എല്ലാവരും ജോലി ആശാരിപ്പണിയിലേക്ക് തിരികെ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. അവസാനത്തെ ആളായതുകൊണ്ട് ഞാനാണ് ഏറ്റവും ഇളയമൻ. അവസാനത്തെ ആളായതുകൊണ്ട് എല്ലാ സമയങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ട് തന്നെ ജീവിച്ചു വരുന്നത്. ഈ സമയം വരെയും ഒറ്റപ്പെടലിന്റെ ഒരു അനുഭവം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം മുതിർന്നവരെല്ലാവരും അവരവരുടെ ജോലികളും അവരവരുടെ സാധ്യതകളും നോക്കി മുന്നോട്ടങ്ങ് പോയി. അതിനുശേഷം ഞാൻ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെ ഞാൻ ഒറ്റപ്പെട്ടു. സഹോദരിയെ എൻ്റെ അച്ഛന്റെ സഹോദരിയുടെ മകൻ വിവാഹം കഴിച്ചു. അതിൽ 2 മക്കളുണ്ട്. 2 ആൺമക്കളാണ്. സഹോദരിക്ക് ഇടയ്ക്ക് സുഖമില്ലാതായി. അതൊക്കെ അടുത്ത എന്റെ സാക്ഷ്യത്തിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഒറ്റപ്പെടലിന്റെ ശേഷം ഞാൻ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ വന്നു. ഒറ്റയ്ക്കായി അവസാന നിമിഷം ഞാൻ മാത്രമാണ്. ബാക്കി എല്ലാവരും അവരവരുടെയായിട്ടുള്ള 16 വയസ്സിൽ ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയും. അപ്പൊ അഞ്ചല് പോയതെന്ന് പറയുന്നത് എനിക്ക് ആരുമില്ല, ഒറ്റയ്ക്കായി പോയി. പിതാവ് മാത്രമേ ഉള്ളൂ. പിതാവിന്റെ സമയം നമുക്കും പ്രയാസപ്പെട്ട സമയങ്ങളായിരുന്നു. പിതാവിനോടും കുറച്ച് ദേഷ്യവും ഒക്കെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. പിതാവിന്റെ സത്യസന്ധതയോ അല്ലെ പിതാവിന്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമയം. പിതാവിനോടും ദേഷ്യപ്പെടേണ്ട ചില സമയങ്ങളുണ്ടായി. നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ മാർഗമില്ല, കിടക്കാനിടമില്ല, വീടില്ല. മിച്ചഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ 10 സെന്റ് മിച്ചഭൂമി കിട്ടിയതിലാണ് ഞങ്ങൾ ഇത്ര അംഗങ്ങൾ കഴിഞ്ഞുകൂടി. അത് ഒരു ഷെഡ് വെച്ചു. ആ ഷെഡ് ഇപ്പോഴും അതിനുശേഷം അത് മാറ്റാനോ ഒന്നും സാധിച്ചില്ല. അതിന്റെ എല്ലാം മാനസികമായിട്ടൊരു വിഷമാവസ്ഥയിൽ പിതാവിനോട് പിണങ്ങി സംസാരിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനല്ല. ആ കാലഘട്ടത്തില് 1971 മാർച്ച് 15-നാണ് ജനിച്ചത്. ആ സമയം തൊട്ട് ജോലിക്ക് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച
ലോകത്തെന്നല്ല നമ്മുടെ സംസ്ഥാനം അത്രത്തോളം വിഷമിച്ചു പോകുന്ന ഒരു ജോലി സാധ്യതയില്ലാത്ത സമയം. അതിനുശേഷമാണ് ഗൾഫിലേക്കൊക്കെ ആളുകൾ പോയി നാട്ടിലൊക്കെ ജോലിയാവുകയൊക്കെ ചെയ്തത്. പക്ഷെ എനിക്കതൊന്നും മനസ്സിലാവുന്ന സമയമല്ലായിരുന്നു. അപ്പം പിതാവിന്റെ അനുഭവങ്ങൾ വെച്ച് പിതാവ് പെരുമാറുന്നു, സാമ്പത്തികമായിട്ട് ഇല്ലായ്മയായിരുന്നു, ജോലികൾ കുറവ്. അപ്പൊ അതൊന്നും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. 10ാം ക്ലാസ് ഞാൻ തോറ്റുപോയി. ആ തോറ്റിട്ട് എനിക്കൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ നീ ജോലി ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറയുന്ന ആ വാക്ക് എന്നെ വല്ലാത്ത ഒരു വിഷമത്തിലാക്കി. അപ്പൊ അതൊരു വേദനയായി. ഞാൻ ജോലി ചെയ്ത് പഠിക്കുന്ന ഒരു സാഹചര്യം അമ്മയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി ചെയ്ത് പഠിക്കാനൊരു പ്രചോദനമുണ്ട്, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയില്ലാത്തൊരവസ്ഥയായിരിക്കും. എങ്കിലും ഞാൻ അതിനെ ആ ഒരു അർത്ഥത്തോടെ തന്നെ ഞാൻ കണ്ടു. എനിക്കേതായിരിക്കും എൻ്റെ ജീവിത രീതി ഇതായിരിക്കുമെന്ന് നിശ്ചയിച്ച് അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഞാൻ ഈ സമയത്ത് ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ 5 വയസ്സ് മുതല് ഞാൻ ക്രിസ്ത്യാനികളുടെ അയൽവക്കത്താണ് താമസം. ക്രിസ്ത്യാനികൾ ജീവിച്ചിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു മണ്ണടി മാഞ്ഞാലിൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ അവരിൽ കണ്ടതാണോ ദൈവം എന്നിൽ കണ്ടതാണോ എന്ന് എനിക്കറിയില്ല. വയലിൽ നിന്ന് ഞാൻ ഇപ്പോഴും നല്ലതുപോലെ ഞാൻ ഓർക്കുന്നു. വയലിൽ നിന്ന് ചെളി വാരിക്കൊണ്ടുവന്ന് അന്നത്തെ എന്റെ ഇപ്പോഴത്തെ വിശ്വാസത്തിന്റെ അല്ല പറയുന്ന അന്ന് ചർച്ചുകളിലെ ഓരോ ചർച്ചുകളും കണ്ടിട്ട് അതിന്റെ രൂപത്തിൽ ചർച്ച ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഒരു യേശുദേവന്റെ ഒരു ഫോട്ടോ വെച്ച് അന്ന് ഞാൻ ആരാധിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. അതിനുശേഷം എന്റെ ജീവിതത്തിൽ, അതിനുശേഷം എന്നല്ല, അന്ന് മുതല് ജീവിതത്തില് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ സമയം വരെയും അത് കഴിഞ്ഞിട്ടും ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോ, ഞാൻ ആ ഫോട്ടോയെ ഞാൻ പ്രകീർത്തിച്ച് പറയുന്നതല്ല, എങ്കിലും എന്റെ ഒരു ചവിട്ടുപടി ക്രിസ്തുവിന്റെ ഫോട്ടോയായിരുന്നു. ഞാനല്ലാതെ ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. അപ്പൊ അതിനുശേഷം പലരും പറഞ്ഞ് ഫോട്ടോ എന്തിനാ വെച്ചേക്കുന്നത് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു സമയമാവുന്നവരെ ആ ഫോട്ടോ എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് ആ ഫോട്ടോ എന്നെ എപ്പോഴും പിന്തുടർന്ന്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോയെ എന്റെ കൂടെ കൊണ്ടു നടന്ന് ജീവിച്ച ഒരു സമയം ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഞാൻ അതിശക്തമായ ഓരോ ഘട്ടങ്ങളിലും ദുഃഖം പറയാനായാലും പ്രയാസം അറിയിക്കാനായാലും എല്ലാം അതിനെ ആശ്രയിച്ചു പോകുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഫോട്ടോയെ ഞാൻ പുച്ഛിക്കുന്നില്ല, ഞാനൊന്നും അതിനെപ്പറ്റി കുറച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്റെ ജീവിതം മാറ്റിമറിച്ചത് ആ ഫോട്ടോയുടെ രൂപത്തിൽ. വരച്ചത് ആരായിരിക്കാം, എങ്ങനെ ആയിരിക്കും എന്നതിനെ പറ്റി എനിക്കറിയില്ല. എങ്കിലും എന്റെ മനസ്സിനെ മതിച്ച ഒരു ഫോട്ടോയാണ്. ആ രൂപത്തിലും അതിൽ കാണുന്ന ആ പാവത്തിലും ഒക്കെ എന്റെ മനസ്സോടൊക്കെ അന്ന് മുതൽ ഞാൻ പറഞ്ഞില്ലേ, 5 വയസ്സ് മുതൽ ഞാൻ ക്രിസ്തുവിനെ ആരാധിക്കുന്നു. പക്ഷേ അത് പൂർണ്ണതയിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയില് പൈശാചികമായിരിക്കാം, അന്യദൈവ ശക്തികളായിരിക്കാം, എല്ലാം എന്നെ ശക്തമായി തടഞ്ഞു. ആ ഒരു അനുഭവത്തിൽ ഇങ്ങനെ പോയി. പിന്നെ പല നാടുകളിലായിട്ട് ജോലിക്ക് പോയി, ഒരു വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം എന്റെ സഹോദരിക്ക് ഒരു രോഗാവസ്ഥ ഉണ്ടായി. ഏകദേശം ഒരു 30-28 വർഷത്തിന് മുമ്പ് ഒരു രോഗാവസ്ഥ. ആ രോഗാവസ്ഥയില് എനിക്ക് ഒരു സഹോദരിയെ നോക്കണ്ടായിട്ട് വന്നു. സഹോദരിയുടെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലായിരുന്നു. ആ ഗൾഫിലായിരുന്ന സമയത്ത് എന്റെ സഹോദരിയുടെ ഭർത്താവിന് സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ട ഒരു നിലയിലായിരുന്നു. ആ നിലയിൽ തന്നെ നിൽക്കുമ്പം ഞാൻ ആ ജോലിക്ക് പോവുകയും ഈ കുഞ്ഞുങ്ങൾ 2 സഹോദരി 1 മാസത്തോളം മെഡിക്കൽ കോളേജിൽ കിടന്നു. അതിനുശേഷം ഡോക്ടർ തന്നെ പറഞ്ഞു കൊണ്ടുപോയിക്കോളാം. എല്ലും തൊലിയും മാത്രമുള്ളൊരവസ്ഥ, ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർമാരും വിധി എഴുതി ഇത് മരണപ്പെട്ടു പോവുകയുള്ളെന്ന് പറഞ്ഞ അത് ഉദ്ദേശം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും സഹോദരിയെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ മാത്രമായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായി. അപ്പൊ ഞാൻ ഏതായാലും എന്തായതിനൊരു മാർഗം, 2 കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ആ രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ചു. എന്റെ പിതാവിന്റെ 2ാം വിഭാഗത്തിലുള്ള അഞ്ചലുള്ള എൻ്റെ ഒരു കുഞ്ഞമ്മയോട് ഇത് സംസാരിക്കുമ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു, നമുക്ക് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു വിവാഹം നിനക്ക് നടത്തിത്തരാം. അന്ന് 27 വയസ്സേ എനിക്കുള്ളൂ. അച്ഛന്റെ 2ാം ഭാര്യ വിവാഹിതയായി. ആ കുഞ്ഞമ്മ അങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരികയും അഞ്ചലെന്നൊരു വിവാഹത്തിന് വേണ്ടി ആലോചിക്കുകയും ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണലോ ഒന്നുമില്ല. കാരണം അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ 1 മാസത്തിനകത്ത് വിവാഹം നടന്നു.
വിവാഹം നടന്നത് എന്റെ പ്രധാന ഉദ്ദേശം, നിഷ്കളങ്കമായി പറയുകയാണ്, എന്റെ പ്രധാന ഉദ്ദേശം എനിക്ക് ഈ സഹോദരിയുടെ രോഗത്തിന്റെ അവസ്ഥ മാറണം. അത് സഹോദരി ആയതുകൊണ്ട് മാത്രമല്ല, എന്റെ ഉള്ളിൽ ഒരു വലിയ അതൊരു കർത്തവ്യം പോലെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും വിവാഹത്തിന് സമ്മതിച്ചു. ഞാൻ വിവാഹം കഴിച്ചു. സാമ്പത്തികമായിട്ടൊന്നും ഞാൻ ചോദിച്ചില്ല, അവരൊന്നും തരാനുമില്ലായിരുന്നു. പാവപ്പെട്ട കുടുംബമായിരുന്നു. ആ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. ആ സമയത്തൊന്നും എനിക്ക് ഈ പറയുന്ന മദ്യപാനത്തിന്റെ വഴിയോ അങ്ങനൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ വിവാഹമൊക്കെ കഴിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേനും മദ്യപാനത്തിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ മദ്യപിക്കാൻ ഒക്കത്തില്ല. പക്ഷെ സഹോദരി മെച്ചപ്പെടുകയും ചെയ്തു. ആരോഗ്യത്തിൽ കുറേശ്ശായിട്ട് മെച്ചപ്പെട്ടു. സഹോദരി നല്ല നിലയിൽ വന്നു. ദൈവം അനുഗ്രഹിച്ചു തിരികെ വന്നു. നല്ലൊരു ശേഷിയൊക്കെയായി. അതിനുശേഷം പിന്നെ എനിക്ക് ഒരു കുഞ്ഞുണ്ടായി. എനിക്ക് 3 മക്കളാണ്. അതിലെ മൂത്ത മകളുണ്ടായി. ഉണ്ടായതിനു ശേഷം കുടുംബപരമായിട്ട് പിന്നെ പിണക്കങ്ങളായി. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്. ഞാന് വിശ്വാസം ഉള്ളത് അന്നത്തെ സമയം വിശ്വാസം, താലിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ചത് ഹിന്ദു വിശ്വാസത്തിലല്ല, ഹൈന്ദവ വിശ്വാസമായതുകൊണ്ട് ഞാൻ താലിയിൽ അന്ന് വിശ്വസിച്ചു. അപ്പൊ താലി വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞു. 10ാമത്തെ ദിവസം ഇത് കക്കൂസിൽ ഒഴിച്ചു കളയേണ്ട ഒരു അവസ്ഥ എന്റെ ഭാര്യ ഒഴിച്ചു കളഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് എന്റെ മനസ്സിലൊരു വല്ലാത്ത പ്രയാസമായി. ഈ താലി ഇല്ലെങ്കിൽ ജീവിതം മുഴുക്കെ നശിച്ചു പോകുമെന്നുള്ള ഒരു ചിന്ത. ഞാൻ ഹിന്ദുവിശ്വാസിയാണ്. ആ അവസ്ഥയിൽ ഞാൻ അതങ്ങനെ ചിന്തിച്ചു. അതിനുശേഷം വീണ്ടും ഒരു താലി വാങ്ങി ഭാര്യയെ തന്നെ വീണ്ടും താലി കെട്ടി. ആ താലിയും നഷ്ടപ്പെട്ടു. ഇപ്പോഴൊന്നും ഞാൻ അറിയുന്നില്ല, ഈ താലിയല്ല ജീവിതത്തിലെ ദൈവികതയാണ് പ്രധാനമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ആ താലിയും നഷ്ടപ്പെട്ടു പോയി. വീണ്ടും അപ്പോഴത്തേന് 2 മക്കളായി. 2 മക്കൾ, ഒരു മൂത്ത മകള്, അതിനുശേഷം ഒരു മകൻ, അതിനുശേഷം 3ാമതൊരു മകളും കൂടെ ദൈവം, അതൊക്കെ വളരെ നമ്മള് ആഗ്രഹിക്കാത്ത വഴിയിൽ ദൈവം കൊണ്ടുവന്ന ഒരു മകളും കൂടെ കിട്ടി. സന്തോഷമായിട്ട് സ്വീകരിച്ചു. ആ മകളും എനിക്കുണ്ടായി. അപ്പൊ അങ്ങനെ ഉണ്ടായ സമയത്ത് പിന്നെ എന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങളും ഞാനുമായിട്ട് പട്ടാഴി എന്ന് പറഞ്ഞ, ഞങ്ങളുടെ തലവൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സഹോദരിയൊക്കെ വീട് സഹോദരിയുടെ ഒത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പട്ടാഴി എന്ന് പറയുന്ന ദേവീക്ഷേത്രം ഒന്നുണ്ട്. അന്നുണ്ട്. ആ ദേവീക്ഷേത്രത്തില് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ 3 മക്കളും പോയി. വീണ്ടും എൻ്റെ ഭാര്യയെ ഞാൻ താലി കെട്ടി. 3ാമത്തെ താലി. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷ്യമായി ഇനി എല്ലാം വരാൻ പോകുന്നത്. ഒരുത്തർക്കും പിന്നെ പറഞ്ഞാലൊട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതങ്ങനൊന്നും അല്ല എന്ന് പറയത്തക്കോണം ഉള്ള സാക്ഷ്യം. അങ്ങനെ ഒരു സാക്ഷ്യത്തിന് ഉടമയായിപ്പോയി. അങ്ങനെ 3ാമത്തെ താലി വെച്ച് ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ കെട്ടാൻ പറ്റത്തില്ല. അപ്പുറത്തൊരു ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച് വീണ്ടും എൻ്റെ 3 മക്കളുമായി നിന്ന് എൻ്റെ മൂത്ത മോള് ആ താലി പിടിച്ച് അമ്മയ്ക്ക് കെട്ടിക്കൊടുത്തു. ഞാൻ വെച്ചു, കെട്ടിക്കൊടുത്തു. ഈ താലിയും നഷ്ടപ്പെട്ടു. 3ാമത്തെ താലിയും നഷ്ടപ്പെട്ടു. ഈ താലി എന്തായി പ്രധാനമായിട്ട് പറയുന്നത് പറഞ്ഞാൽ, അവസാനം എനിക്ക് പറയാനുള്ള ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് ഈ താലിയെ പറ്റി കൂടുതൽ ഈ 3 താലിയെ പറ്റി ഞാൻ പറഞ്ഞത്. എനിക്കത് പറയേണ്ടുന്നത് അത്യാവശ്യം. കാരണം മറ്റുള്ളവരെ അവിശ്വസിപ്പിക്കുക എന്നുള്ളതല്ല, വിശ്വാസം ക്രിസ്തുവിലായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഓർമ്മിപ്പിക്കാനും കൂടെ മാത്രമാണ്. അതിലാണ് ബലമെന്നുള്ളത്. അങ്ങനെ താലി കെട്ടി. അതിനുശേഷം ആ താലി വീണ്ടും നഷ്ടപ്പെട്ടു. 16ാമത്തെ വർഷം 2015 എൻ്റെ ഭാര്യ പരിപൂർണമായിട്ട്, അതിനിടയ്ക്ക് ഈ 15 വർഷത്തിനകത്ത് ഒരു 1500 പ്രാവശ്യമെങ്കിലും പിണക്കത്തിൽ പോകും. ഇത് ആ 2015 അവസാനമായിട്ട് 2014-15 അവസാനമായിട്ട് ഒരു പിണക്കം പോലെ ഉണ്ടായി. അങ്ങനെ അങ്ങ് പോയി. അതിന്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യസന്ധമായ സാക്ഷ്യമായതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാനുമില്ല. അത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമുണ്ടായിട്ട്, ഒരു ബാധയുടെ, ഒരു ഉപദ്രവത്തിന്റെ ഒരു വാക്കാണ് അവർ പോകാൻ കാരണം. അപ്പൊ എൻ്റെ മൂത്ത മകളും ഇതൊക്കെ ഈ സാക്ഷ്യം കേൾക്കും, എല്ലാവരും കേൾക്കും. മൂത്ത മകൾ ഉൾപ്പെടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ എൻ്റെ ഭാര്യ എന്നെ ഒരു വിറവ് കമ്പം കൊണ്ട് ഇങ്ങനെ അടിക്കാനായിട്ട്, അന്നത്തെ ആ സംസാരത്തിന് ശേഷം അടിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. അപ്പൊ എന്നെ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് മൂത്ത മകൾ ഇതിന് തടസ്സം വെക്കുന്നു. എന്നെ അടിക്കാൻ പറ്റാത്തത് കൊണ്ട്
എന്റെ ഭാര്യ അത് 2 ടേബിൾ കിടന്നത് 2 അടിച്ചു പൊട്ടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് ഈ അടിച്ചു പൊട്ടിക്കുന്നതെല്ലാം കണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്തായി നടക്കുന്നതെന്ന് എനിക്ക് ഒട്ടും പിടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ മൂത്ത മോള് തന്നെ പിടിച്ച് അങ്ങ് വീട്ടിന് ഒരു മുറിക്കകത്തോട്ട് കൊണ്ടുവന്ന് വെച്ചു നിർത്തി. അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് തമാശയ്ക്ക് ഒരു കാര്യം ചോദിച്ചാ, കൂടുള്ള ആള് പോയി കഴിഞ്ഞപ്പം ഇപ്പം ശാന്തമായല്ലോ എന്ന് ഒരു വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞു. അല്ലാതെ ഒരു വാക്ക് പോലും ഈ പിണക്കത്തിന് സംഭവിച്ചില്ല. ഈ സാക്ഷ്യം കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, എന്താണ് സത്യം എന്നറിയാം. ആ പറഞ്ഞ വാക്കിനെ ഈ പറയുന്ന ബാധ പോയില്ലായിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ ഞാൻ അവിടുന്ന് കുതിച്ചിങ്ങോട്ട് വന്ന് എന്റെ കഴുത്തിന് പിടിച്ചിട്ട്, ഇത് അസഭ്യം പറഞ്ഞതും ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിൽ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും ഒരിക്കലും ഞാൻ അങ്ങനെ വീട്ടിൽ ചീത്ത പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും നടന്നില്ല. പക്ഷെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടാണ് എന്റെ കഴുത്തിന് കയറി പിടിക്കുന്നത്. എന്റെ 3 മക്കളും പിടിച്ചിട്ടും ആ കഴുത്തിൽ നിന്ന് കൈവിട്ടില്ല. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് പോയതല്ലാതെ ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും എന്റെ ഹൃദയത്തിൽ, ഞാൻ അന്ന് പറയുന്ന പോലെ ഞാൻ ഹിന്ദുവല്ലേ, എനിക്ക് സമാധാനമില്ല. എന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ ചെയ്തല്ലോ. ആ ഒരു പ്രയാസം കൊണ്ട് ഞാൻ ഒരടി എങ്ങാണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അന്നത്തെ ദിവസം സംഭവിച്ച ഒരു പിണക്കത്തിനും പോകാനുള്ള കാരണം സത്യസന്ധമായിട്ട് ഞാൻ ക്രിസ്തുവിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഇത്രയുള്ളൂ സത്യം. പക്ഷെ ലോകരറിഞ്ഞിരിക്കുന്നത് ഇതൊന്നുമല്ല. എന്തൊക്കെയോ ലോകരറിഞ്ഞിരിക്കുക, അതിലൊന്നും എനിക്ക് പ്രയാസമില്ല. അപ്പൊ ഇതിനു ശേഷം പോയിട്ട് ഇപ്പൊ ഈ വർഷം വരെ, ഈ ദിവസം വരെ ആയിട്ടും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ക്രിസ്തുവിലേക്ക് വരുന്നത് ഞങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായി. അങ്ങനൊരു ആഗ്രഹത്തിലാണ് ഞാൻ വരുന്നത്. പക്ഷെ ആഗ്രഹം 1 വർഷത്തിനകത്ത് ഞാൻ മാറ്റി വെച്ചു. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആഗ്രഹിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അവിടെ വെച്ച ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി ഇനി ആ വിഷയത്തെ പറ്റി ആലോചിക്കുന്നതുമില്ല, ചിന്തിക്കുന്നത്. അന്നു മുതൽ ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം അറിയിക്കുന്നു, മറ്റുള്ളവരെ ആൾക്കാരെയും സഹായിക്കാനായാലും രോഗികളെ കണ്ടെത്തി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ ആവുന്നത് ഞാൻ ചെയ്യുന്നു. ഇപ്പോ കുണ്ട്രയിലാണ് താമസം. കുണ്ട്രയില് ഒരു ചെറിയ ഫർണിച്ചർ പ്രസ്ഥാനമുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം സുവിശേഷത്തിനും സഹായത്തിനുമായിട്ട് ഞാൻ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇപ്പോഴുള്ളത്. അതിനുശേഷം പരസ്യയോഗത്തിനും മറ്റുള്ള കാര്യത്തിനും ഒക്കെ. പക്ഷെ ഈ ക്രിസ്തുവിലേക്ക് വരാനുള്ള കാര്യത്തിലേക്ക് ഞാൻ വരിക. ഞാൻ ഇടയ്ക്ക് നിന്ന് പറഞ്ഞത്, എന്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ നേരത്തെ ക്രിസ്തു വിശ്വാസിയായി പാസ്റ്റർ. അദ്ദേഹം എറണാകുളത്താണ് ഇപ്പോ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ ഇതിലോട്ട് വെക്കുന്നില്ല, അതിനൊരു കാരണമുണ്ട്, ഞാൻ പറയാം. അപ്പൊ എന്നെ ഈ കുണ്ട്രയിലേക്ക് താമസമുള്ള സമയത്ത് എന്നെ വിളിച്ചു. എന്റെ വിഷമങ്ങൾ, എന്റെ ഭാര്യ പോയിട്ട് 6 മാസം വരെ ഞാൻ അവര് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പൊ എന്നോട് പറഞ്ഞ്, അനിലെ, നീ എന്തായാലും നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് നീ നിൽക്ക്, അവര് വരാനുള്ളവരാന്ന് ഇവർ വരും, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ വിളിച്ച സമയത്ത് ഞാനൊരു ക്ഷേത്രത്തിൽ അന്ന് പോകുവാൻ, ഈ ക്ഷേത്രത്തിൽ മുരുകന്റെ ക്ഷേത്രം, അവിടെ ചെന്ന് ഈ സ്വാമി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, പുള്ളി സത്യസന്ധനാണ്, ഞാൻ വിശ്വസിക്കുക. അപ്പൊ പുള്ളിയില് ഒരു സത്യമുണ്ട്. പുള്ളി അന്നേരം എന്നോട് പറഞ്ഞു, ഒരു കുറെ നാള് ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഇനി ഇദ്ദേഹം ഇവിടെ വരരുത്, ഇദ്ദേഹത്തിന് വേറൊരു വഴിയാണ്. എന്റെ സുഹൃത്ത് എന്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, എന്താ വഴി? അത് മറ്റൊരു വഴിയാ, ഇനി മേലാൽ ഇവിടെ വരരുത്. എന്നെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കി വിടണമെങ്കിൽ ഏതായാലും അത് മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം, അന്നൊന്നും എനിക്ക് ഈ ഒരു ഉദ്ദേശം എനിക്കില്ല. പക്ഷെ എന്നെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പിന്നെയും അവിടെ പോകും. കാരണം എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല, ആശ്രയിക്കാൻ വേറെ ആരുമില്ല. മറ്റൊരു ദൈവത്തെ, ക്രിസ്തുവിനെ വിശ്വസിക്കാനുള്ള മനസ്സ് അങ്ങോട്ട് വരുന്നതുമില്ല. അപ്പം എന്നെ ആശ്രയിക്കാൻ വീണ്ടും ഇവിടെ ചെന്നപ്പോ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അമ്പലത്തിനകത്തിന്റെ പുറത്തു നിന്ന് എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വയറ്റിൽ കൈവിഷക്കണം. ഞാൻ ഹിന്ദുവായിരുന്ന സമയത്തുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, ഇപ്പോഴത്തെ വിഷയം. അപ്പം എന്നോട് പറഞ്ഞു, അത് ഈ ക്ഷേത്രത്തിലൊന്നും അതിന് പരിഹാരമൊന്നുമില്ല, ചെയ്യാറുമില്ല. ഞാനൊരു മാർഗം പറഞ്ഞു തരാം. അത് ചേർത്തല തിരുവിഴ ശിവക്ഷേത്രത്തിൽ പോയി അവിടെ ഇങ്ങനൊരു കൈവിഷത്തിന് ഒഴിവാക്കുന്ന ഒരു ഇതുണ്ട്.
അവിടെ പോയാൽ മതി എന്ന്. അപ്പൊ ഇത് എന്റെ മനസ്സിൽ വെച്ചിട്ട് പുള്ളി തന്നെ, എനിക്ക് അന്ന് മറ്റു മാർഗങ്ങളൊന്നുമില്ല, എനിക്ക് ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ പുള്ളി തരും. അത്ര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്, എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഹിന്ദു ആയതുകൊണ്ടൊന്നും അല്ല, എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അന്ന് എന്നെ സഹായിച്ചത് ആ മനുഷ്യനാണ്. അപ്പൊ ഞാന് അത് കേട്ടോണ്ട് ഞാൻ എന്റെ ജ്യേഷ്ഠ സഹോദരനോട് പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഒരു പക്ഷെ അവിടെ വന്ന് നിന്ന ഇനി ഞാൻ മദ്യപിക്കും. ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർക്ക് അതിന്റെ ഒരു അഭിമാനക്ഷത ഉണ്ടാവും. ഞാൻ ഈ ഒരു കാര്യത്തില് പോയിട്ട് വരാം, വന്നിട്ട് നമുക്ക് പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തുവാന്ന് വെച്ചാൽ പിന്നെ ഞാൻ പൊക്കോളാം. അപ്പൊ എന്നോട് പറഞ്ഞ, അങ്ങനെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ പറയാൻ പാടില്ലാത്തതാണെങ്കിലും പുള്ളി പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന്. പുള്ളി പുറത്തു നിന്ന് ഞാൻ ആ ക്ഷേത്രത്തിനകത്ത് പോയി ഒരു ദിവസം അവിടെ ആ ഭക്ഷണം കഴിക്കാതെ കിടക്കും. പിറ്റേന്ന് അവിടെ മന്ത്രവും ഇതൊന്നുമില്ല, ഉണ്ടായിട്ടില്ല. അതിന് 24 വലം വെച്ചു. 25ാമത്തെ വലം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഛർദിച്ചു. 26ാമത്തെ വലത്തില് വലം വെച്ചപ്പോഴും ഞാൻ ഒരു ബബിൾ കം ഛർദിച്ചു. എനിക്കറിയില്ല, അത് സത്യമായി പറയുന്നത് എനിക്കറിയില്ല. ആ ബബിൾ കം ഛർദിച്ചിട്ടതിന് ശേഷം കണ്ടു നിന്നവരൊക്കെ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നടക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ നടന്നു. തിരിച്ച് നടന്നു വരുമ്പോ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം പിന്നെ ഛർദിച്ചത്. ഈ ബബിൾക്കത്തിന്റെ എസൻസ് ചേരുന്ന, ആ എസൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന വലിയ പളുങ്ക് കോർത്ത ഒരു മാലയാണ് ഞാൻ ഛർദിച്ചത്. അത് ടൊയിൽ നൂല് കൊണ്ട് കോർത്ത ഒരു ഭാഗം മാത്രം പൊട്ടി, അതുമാണ് ഞാൻ ഛർദിച്ചിരുന്നത്. ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. എങ്ങനെ വന്നു, എങ്ങനെ പോയി എന്നൊന്നും എനിക്കറിയില്ല. മാന്ത്രികത്തിന്റെ അനുഭവം, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു മാന്ത്രികമാണ്. ഞാനത് ഛർദിച്ചിട്ടു. അത് വേറൊരാൾ വന്ന് ആ കാലുകൊണ്ട് തന്നെ മണൽ കോരി അതിന്റെ മുകളിലിട്ടു. അതിനുശേഷം അവിടുന്ന് ഭക്ഷണം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അതിനുശേഷം ഞാൻ പുറത്ത് വന്നിട്ട് എന്റെ സഹോദരന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഛർദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഛർദിച്ചത് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്നു. അപ്പൊ അന്ന് വെള്ളിയാഴ്ചയാണ് ഇത് നടക്കുന്നത്, ഛർദിലൊക്കെ നടക്കും. ശനി ഞായറാഴ്ച ഞാനിപ്പോ പൊക്കൊണ്ടിരിക്കുന്ന ആരാധിക്കുന്ന ആലയത്തിലേക്ക് ഞായറാഴ്ച വന്ന് ആരാധനയ്ക്ക് കയറിയത്. അന്ന് മുതൽ ഇന്ന് വരെയും 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷം ഇന്ന് വരെ ആലയത്തിലെ ഞാൻ പോകും. പക്ഷെ എനിക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഹിന്ദുവായിരുന്ന സമയത്ത് വിശ്വസിക്കാം, ശിവക്ഷേത്രത്തിലല്ലേ അത് പോയത്. ഒരു പെന്തക്കോസുകാരനോ അല്ലെ പെന്തക്കോസുകാരോ ഒരു ഹിന്ദുവോ മറ്റൊന്നും ഒരു മന്ത്രവാദത്തിലല്ലാതെ അവിടെയാണ് നടന്നതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് വിശ്വസിക്കാം. ആദ്യത്തെ ഹൃദയം അങ്ങനെ തോന്നി. പക്ഷെ അവിടെ നിന്നും നിർത്താതെ ദൈവം ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിലും വലിയവനായ ഒരു ദൈവം ക്രിസ്തുവാണ്. ഇത് ഇത്ര പറയാൻ കാരണം, ഞാൻ അന്ധവിശ്വാസിയൊന്നും അല്ല. ഞാൻ അന്നും അന്ധവിശ്വാസി അല്ലായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിച്ചു. ആ സംഭവങ്ങളൊക്കെ എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ, ഈ ദൈവത്തിന് ഇത്ര ശക്തനായ ഒരു ദൈവം മറ്റ് ശിവക്ഷേത്രത്തിൽ നിന്നൊക്കെ എന്നെ തിരിച്ചിവിടെ കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ളത് ദേശത്തിനൊന്നും വെളിപ്പെട്ട് കൊണ്ടുവരണമല്ലോ. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പലയിടത്തും പോയി സാക്ഷി പറയും. പക്ഷെ ഇത്രയും വിശദീകരിച്ച് എനിക്ക് പറയാനൊരു അവസരം ഇതേവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിന് മഹത്വം. എന്തായാലും ഞാൻ ഈ വിശ്വാസത്തിൽ നിന്നിട്ട് ഇന്നേ വരെ ഒരു കുറവുണ്ടാക്കാനോ കുറ്റം വരാനോ എനിക്കുണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന നിപ്പില് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് രോഗസൗഖ്യം കിട്ടും. ഞാൻ ചർച്ചിലെ പാസ്റ്ററല്ല, മറ്റൊന്നുമില്ല. ഞാൻ അനേകരെന്നെ രാത്രികാലങ്ങളിൽ വിളിക്കും, പകല് വിളിക്കും, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരു അഹന്തയോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ചുറ്റുപാടിന് ഒരു മാറ്റമോ സാമ്പത്തികമോ എനിക്ക് കിട്ടാറില്ല. എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെ സാമ്പത്തികം ഒന്നും കിട്ടാറില്ല. ആർക്ക് പ്രാർത്ഥിച്ചാലും അത്ഭുതകരമായി ദൈവം വിടുതലും ക്യാൻസർ രോഗിയെ സൗഖ്യപ്പെടുത്തും, എല്ലാം ചെയ്യുന്നു. ആ ദിവ്യ ഒരു മഹാത്മ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ എന്റെ ശക്തി കൂടും. മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ വരണം. പക്ഷേ ഇന്നേ വരെ അതിനൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അമിതമായി ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിച്ചു. ആ ഒരു വേർപാട് ദൈവം ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. അല്ലെങ്കിൽ ഞാൻ ആ അഴുക്കുചാലിൽ എപ്പോഴും അങ്ങനെ തന്നെ കിടന്നുപോയത്. ഈ വേർപാടില്ലെങ്കിൽ ഞാൻ അവർക്ക് തുല്യമാണ്. ഞാൻ ആ വേർപാട്
അത്രയും സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ 3 പ്രാവശ്യം എന്റെ ഭാര്യയെ താലി കെട്ടുണ്ടായത്. എന്റെ കുടുംബത്തെ അത്ര സ്നേഹിച്ചതുകൊണ്ടാണ്. കാരണം അവര് നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള ഭയമായിരുന്നു അന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. ഒരുപാട് വിഷമിച്ചു, അന്ന് സങ്കടപ്പെട്ടു. ഈ 6 മാസക്കാലത്തോളം ഞാൻ കരഞ്ഞു, വിഷമിച്ചു, സങ്കടപ്പെട്ടു. ഒറ്റ നിമിഷം പോലും കരയാത്ത നിമിഷങ്ങളില്ലായിരുന്നു. അതിനുശേഷം പൂജാമുറിയിൽ ചെന്ന് 3 ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ട് പൂജാമുറിയിലുള്ളവരോട് ഞാൻ അപേക്ഷിച്ചു, എന്നെ അയക്കല്ലേ എന്ന്, കുണ്ട്രയിലേക്ക് ദൈവദാസന്റെ അടുത്തേക്ക് അയക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു രക്ഷയില്ല, അയച്ചതുമില്ല, അയക്കാതിരിക്കാൻ പറ്റത്തില്ല. പട്ടിണി കിടന്നതും ആ കിടന്ന 3 ദിവസം നഷ്ടപ്പെട്ടു പോയതും അല്ലാതെ എനിക്കൊന്നും മാറ്റം ഉണ്ടായില്ല. ഒരു മാറ്റവും എനിക്ക് ജീവിതത്തിൽ ആ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ ദൈവം ഇങ്ങനെ ഒരു വഴി എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇതിന് ശേഷം, ഈ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു വഴിയാണ് ഒരുക്കി വെച്ചിരുന്നത്. ഞാൻ ഇപ്പോഴും ദുഃഖിതനല്ല. എനിക്ക് കാരണം എന്റെ മക്കളും എന്റെ ഭാര്യ എന്റെ കൂടെ ഒപ്പം എത്താത്തതിന് ദുഃഖിതനല്ല. കാരണം മക്കൾ എന്നോട് സംസാരിക്കും, പറയാറുണ്ട്. ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കാനോ പറയാനോ ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ സത്യസാക്ഷ്യം, ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി ഞാൻ പറയും. എന്റെ വ്യക്തിപരമായ ഒരു മഹത്വമോ അല്ലെങ്കിൽ ഒരു വലിയ കാര്യമോ അല്ല ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം സത്യസാക്ഷ്യം. അപ്പൊ അത് ദൈവത്തിന്റെ മഹത്വം അതാ. എന്നാൽ ചോദിക്കുക, എന്തുകൊണ്ട് ഈ പണക്കത്തിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് ചോദിക്കും. പക്ഷെ ഞാനിപ്പോ അത് ആഗ്രഹിക്കും. കാരണം എനിക്കുള്ള ദൈവവേലയ്ക്കും എന്റെ ഈ സുവിശേഷ വഴിയിലും നമ്മുടെ ഒരു കുടുംബം ഒരു തടസ്സമാകരുത് എന്ന് എനിക്ക് ആഗ്രഹം ഇപ്പോൾ ഉണ്ട്. അവരൊന്നും വിശ്വാസത്തിലേക്ക്, എന്റെ മകളുടെ രോഗം വന്നാൽ പ്രാർത്ഥിക്കും, അപ്പോഴേ ദൈവം സൗഖ്യം. എന്നിട്ടും അടയാളങ്ങൾ കിട്ടിയിട്ടും എല്ലാം ചെയ്തിട്ടും എന്റെ മക്കൾ പോലും വിശ്വസിക്കുന്നില്ല ക്രിസ്തുവിനെ. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏത് നിമിഷം എങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കൊരൊറ്റ ആഗ്രഹമുള്ള, എന്റെ 3 മക്കളും എന്റെ ഭാര്യയും ക്രിസ്തുവിൽ വിശ്വസിക്കണം, എന്റെ കൂടെ ജീവിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. സത്യമായിട്ട് സാക്ഷി, ഇത് നിഷ്കളങ്കമായ വാക്കുകൾ. എന്റെ ആഗ്രഹമില്ല. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കണം. ലോകത്തെ എന്റെ ഭാര്യയും ഒരുപാട് കുടുംബങ്ങളെ ഞാൻ ക്രിസ്തുവിൽ കൊണ്ടുവന്നു. ഒരുപാട് വ്യക്തികളെ കൊണ്ടുവന്നു. എല്ലാവരും ഇപ്പൊ ആരാധനയ്ക്ക് കൊണ്ടുവരും. ഇതെല്ലാവരും ഇത് ഈ ചാനലിന്റെ, ഈ ടിവിയുടെ പ്രോഗ്രാം അവരൊക്കെ കേൾക്കും, കാണുകയും ചെയ്യും. പക്ഷെ അവരൊക്കെ ഇപ്പൊ മനസ്സിലാക്കും, എന്റെ ഭാര്യയെ കൊണ്ടുവരാത്ത ഒരുത്തൻ അവന്റെ സ്വന്തം ഭാര്യയെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, പിന്നെ മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തിനാന്നൊരു ചോദ്യം വരാം. എനിക്കത് വിഷയമാണ്. കാരണം എന്റെ സഹോദരനെ കൊണ്ടുവന്ന ലില്ലിയം മാമ കടമ്പനാട്ട് എന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട എന്റെ ഒരു ആത്മീയ ഗുരുവാണ്. ആ ലില്ലിയം മാമ ഈ 40 വർഷം വരെ സ്വന്തം ഭർത്താവിനെ മദ്യപാനിയായിട്ട്, പ്രാർത്ഥന ഇപ്പുറത്ത് നടക്കുന്നു, അപ്പുറത്ത് മദ്യപാനിയെ വന്ന് ആ ജ്യേഷ്ഠന്റെ മാനസാന്തരത്തിനും മറ്റുള്ള എല്ലാ കാര്യത്തിനും വഴിയൊരുക്കിയത് കടമ്പനാട്ടെ ലില്ലിയം മാമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാവ്. ആ മാതാവ് അനേകർക്ക് ആശ്രയമായിട്ടുണ്ട്. അനേകരെ ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കൊണ്ടുവരികയും അവരെല്ലാം കുടുംബങ്ങളിൽ രക്ഷപ്പെടുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു കുടുംബമാണ് എന്റെ ജ്യേഷ്ഠ സഹോദരൻ, ഇപ്പൊ പാസ്റ്റർ എന്ന് പറയുന്നത്. ആ ആൾ പോലും രക്ഷപ്പെട്ടു. ആ സഹോദരിയുടെ ഭർത്താവ്, ആ അമ്മയുടെ ഭർത്താവ് ഇതേപോലെ 40 വർഷം വരെ ഈ പറയുന്ന മാനസാന്തരപ്പെട്ടില്ല. പാരമ്പര്യ ക്രിസ്ത്യാനികളായിട്ടും അദ്ദേഹം മാനസാന്തരപ്പെട്ടില്ല. ആ മനുഷ്യൻ ക്യാൻസറിന്റെ രൂപത്തിൽ ഒരു രോഗം വന്നു. 40 വർഷം കഴിഞ്ഞപ്പോ 40 വർഷം വരെ ആ മാതാവ് ഇത്രത്തോളം ദുഃഖം അനുഭവിച്ചു. കണ്ടില്ലേ, ലില്ലിക്ക് അവിടെ ഒത്തിരി പേരെ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷെ സ്വന്തം ഭർത്താവിനെ ഇതേവരെ മാനസാന്തരപ്പെടുത്താനോ രക്ഷപ്പെടുത്താനോ പറ്റില്ല. പക്ഷെ ഇതിപ്പം 13-14 വർഷമായി ക്യാൻസർ രോഗം വന്നിട്ട് ആ അപ്പച്ചൻ രക്ഷപ്പെട്ടു. ഒരു രോഗാവസ്ഥയില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആരവിടെ ചെന്നാലും ആദ്യം സ്വീകരിക്കുന്നത് ഈ അപ്പച്ചൻ. ഞാൻ 100 വട്ടം എനിക്കതിനകത്ത് സന്തോഷം. ക്രിസ്തുവിൽ കൂടുതൽ ബലപ്പെടാൻ ഓരോ അനുഭവങ്ങളും എന്റെ സാക്ഷ്യം പോലെ തന്നെ മറ്റുള്ളവരുടെ സാക്ഷ്യവും എനിക്ക് ആത്മീയമായി ബലപ്പെടാൻ ഒരു പ്രചോദനം. ഞാൻ വലിയ ആളൊന്നുമായിട്ട് പോകുന്നില്ല. പക്ഷെ ചെല്ലുന്നിടത്തെല്ലാം ക്രിസ്തുവിലേക്ക് വരാൻ ആർക്കും പറ്റും. അങ്ങനെ ക്രിസ്തുവിലേക്ക് വരാനും വരുത്താനും പറ്റുന്ന ഒരു വലിയ കൃപയും അനുഗ്രഹവും എന്നിലേക്ക് ദൈവം തന്നിട്ടുണ്ട്. എന്റെ ഭാര്യയോ എന്റെ കുഞ്ഞുങ്ങളോ വന്നിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് യാതൊരു സങ്കടവും എനിക്കിപ്പോഴില്ല. എനിക്ക് അതിനെക്കാട്ടിയൊക്കെ പ്രധാനം മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയാൻ. ഞാൻ ഈ പറയുന്നതിനകത്ത് ഒന്നും എന്റെ പരിസരത്തുള്ളവരുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അതിലൊക്കെ അത്ഭുതം എന്ന് പറയുന്നത്, എന്റെ മകളുടെ വിവാഹം ക്രിസ്തുവിൽ നടക്കും. അത് അതിശയിക്കുമല്ല, നിങ്ങൾ ചിലപ്പോൾ കുറ്റപ്പെടുത്താം. പക്ഷെ
ഞാൻ പറഞ്ഞു 3 താലി കെട്ടിയതിന്റെ ദുഃഖം, അതിന്റെ ദോഷങ്ങളും എന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് എന്റെ മകളുടെ വിവാഹം ആലോചിച്ചു. ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം അവർ പിണങ്ങി നിൽക്കുന്നവരാ. അവർ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചു. ആ വിവാഹത്തിന് മുന്നേ എന്റെ ആഗ്രഹം ക്രിസ്തുവിൽ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ മകളുടെ വിവാഹം ക്രിസ്തുവിൽ തന്നെ അതിശയം ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റാത്തൊരു സാക്ഷ്യം ഞാൻ ഈ പറയാൻ പോകുന്നു. ഒരാൾക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നേരായ മാർഗത്തിൽ ചിന്തിക്കാത്തവർക്ക് ഇത് വേണമെങ്കിൽ അല്ല എന്ന് പറയാം, അല്ലത് തെറ്റായി പോയിരുന്നു. ഞാൻ എന്റെ ചർച്ചിൽ ദൈവദാസനോട് പറഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഞാൻ എന്തായാലും നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. അത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ, അതായത് ചർച്ചിലെ കമ്മിറ്റിക്കാരോട് കൂടി കഴിഞ്ഞപ്പോഴത്തേന് അത് ചെയ്യാൻ പറ്റത്തില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കാരണം രക്ഷിക്കപ്പെട്ടിട്ടില്ല, മാനസാന്തരപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല. ഇത് രണ്ടും അവരുടെ കുറ്റമായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് വെച്ചിരിക്കും. പക്ഷെ എന്റെ മനസ്സിലുള്ളത്, അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വാദത്തിന് അവർ സമ്മതിക്കുമെങ്കിൽ ഞാനത് എന്റെ ആഗ്രഹപ്രകാരം ഞാനത് നടത്തും. അവര് ക്രിസ്തുവിൽ വിശ്വസിച്ച് വിവാഹത്തിന് സമ്മതിക്കുമെങ്കിൽ ഞാൻ ഏത് അഭിപ്രായം വേണേലും കോടതി വേണേലും ഇത് പറയാം, ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാൻ ചെയ്തത് ശരിയാന്ന് തന്നെ 100 വട്ടം ഞാൻ സമ്മതിക്കും. കാരണം എന്റെ അനുഭവം 3 താലി കെട്ടിയിട്ടും എന്റെ കൂടെ നിൽക്കാത്ത എന്റെ ഭാര്യ, എന്റെ മരുമകൻ അങ്ങനെ ഒന്നും സംഭവിക്കരുത്. എന്റെ മരുമകനായി വരുന്ന കുഞ്ഞിനെ അത് സംഭവിക്കരുത്. എന്റെ മറ്റൊന്നും ഒരു ആഗ്രഹം എനിക്കില്ല. എന്റെ മകളെ പറ്റിയല്ല ഞാൻ ഓർക്കും, എന്റെ മരുമകനായി വരുന്ന കുഞ്ഞിനെ പറ്റി ഞാൻ ഓർക്കും. അവനോടും എന്റെ മകളോടും പറഞ്ഞു, മക്കളെ, നിങ്ങളിങ്ങനെ എന്റെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അവിടെ നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന വിവാഹം നിങ്ങൾ താലിയുടെയോ മാലയുടെയോ എന്തോടെയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. ദൈവദാസനെ വിളിച്ച് ദൈവദാസന്മാർ വരും, അവര് നിങ്ങൾക്ക് ബൈബിളിലുള്ള വചനങ്ങൾ പറഞ്ഞു തരും. അതിൽ കൂടി നിങ്ങളെ കൈപിടിച്ച് ചേർത്ത് വെച്ച് നിങ്ങളെ തീരുമാനം എടുപ്പിച്ച് നിങ്ങൾ ക്രിസ്തുവിലുള്ള വിവാഹം നിങ്ങൾക്ക് നടത്തി തരും. നിങ്ങളത് സമ്മതിച്ച്, നിങ്ങൾക്ക് നല്ല മനസ്സോടുകൂടി സമ്മതിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വരണം. ഞാൻ അധികമൊന്നും ഈ ചെറുക്കനോട് ഈ മരുമകനോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും അവനും അവളും സമ്മതിച്ചു. പക്ഷേ അതിലൊക്കെ വലിയ അത്ഭുതം എന്ന് പറഞ്ഞ് ഈ കുടുംബങ്ങൾ എങ്ങനെ ഇതിനെ സമ്മതിച്ചു എന്നുള്ളത്, അവിടാണ് അത്ഭുതം ദൈവത്തിന്റെ. ഈ കുടുംബങ്ങൾ എങ്ങനെ സമ്മതിച്ചു? ഈ കുടുംബങ്ങൾ സമ്മതിക്കാതെ കുഞ്ഞുങ്ങളെ വിടാൻ പറ്റത്തില്ല. എന്റെ ഭാര്യയും എന്റെ കുടുംബത്തിന്റെ ബാക്കിയുള്ളവർ സമ്മതിക്കണം. അതേപോലെ ആ മകന്റെ കുടുംബക്കാര് എല്ലാരും സമ്മതിക്കണം. അവരെല്ലാരും അറിഞ്ഞ രഹസ്യത്തിലൊന്നും അല്ല, ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ആ വിവാഹം നടത്തുന്ന അവരെല്ലാരും അറിഞ്ഞിട്ടേ നടത്താവൂ എന്ന് എന്റെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാരും സമ്മതിച്ചു. ആ സമ്മതിച്ചതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നതും ഇവിടെ വെച്ച് വിവാഹം നടത്തുന്നത്. വിവാഹം ഞങ്ങളുടെ ചർച്ചിൽ ആള് നടത്തിയില്ല. പത്തനാപുരത്തുള്ള ഒരു ദൈവദാസൻ വന്നു, വളരെ അഭിഷിക്തനായ ഒരു ദൈവദാസൻ. എനിക്കും സന്തോഷം. അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വാക്കുകളെന്നല്ല, എല്ലാത്തിനും തികവുള്ളതെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന് വരെ ഞങ്ങളുടെ സഭയെ പറഞ്ഞു. ഞാൻ അതിന് വഴി കൊടുക്കുന്നില്ല. കാരണം എനിക്കത് വഞ്ചനയായിട്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പറഞ്ഞു വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എനിക്കുള്ള മക്കൾ അങ്ങനെ അനുഭവിക്കരുത്. പ്രത്യേകിച്ച് എന്റെ മരുമകൻ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവർക്ക് ഇനി ഉണ്ടാവരുത്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ തന്നെ അവരുടെ വിവാഹം നടക്കട്ടെ. അങ്ങനെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് സഹായം ചെയ്യും. ഷമീർ പാസ്റ്റർ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കൊല്ലം ഷമീർ എന്ന് പറയുന്ന ഷമീർ പാസ്റ്ററാണ് എനിക്കിത് ഏറ്റവും കൂടുതൽ ബലമായി നിന്നത്. അദ്ദേഹം മറ്റൊരു പാസ്റ്ററെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഈ പത്തനാപുരത്തെ പാസ്റ്റർ ഫ്രാൻസിസ് ഉണ്ടാവും, ആ പാസ്റ്ററുടെ അടുത്ത് പറഞ്ഞു. പാസ്റ്റർ സമ്മതിച്ചു. എല്ലാ കാര്യത്തിനും പാസ്റ്റർ കൂടെ നിന്നും ഷമീർ പാസ്റ്ററിന്റെ ആശീർവാദത്തോടെ ആ വിവാഹം വെച്ച് നടത്തി. ഞാൻ അത്ഭുതപ്പെടുന്നത് ഈ എന്റെ മരുമകന്റെ കുടുംബം എങ്ങനെ ഇത് സമ്മതിച്ചു. അതിനുശേഷം മരുമകന്റെ അച്ഛനോട് ഞാൻ സ്തോത്രം പറഞ്ഞപ്പം എനിക്കത് കേൾക്കണ്ടായിരുന്നു. എനിക്ക് സ്തോത്രമൊന്നും കേൾക്കണ്ട. ആ ആളാണ് മകനെ വിവാഹത്തിനായി ഇവിടെ വിട്ടത്. എന്തൊരു അത്ഭുതം! ദൈവം എന്ത് അത്ഭുതം പ്രവർത്തിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഭക്ഷണം വരെ ഇവിടുന്ന് തിരികെ കൊണ്ടുപോയി വീട്ടുകളിലെല്ലാം ഭക്ഷിക്കുന്നു. പക്ഷെ ഈ കാര്യത്തിൽ ഒരിക്കലും നമ്മളിപ്പോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാള് ഹിന്ദു ആചാരപ്രകാരം ഒരു വിവാഹം നടത്താൻ മക്കളെ വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ ഇവരെന്തുകൊണ്ടത് ചെയ്യുന്നു? ഇവര് ചെയ്തിരിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടമല്ല. എന്റെ ദൈവം, നമ്മുടെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എന്റെ കഷ്ടപ്പാടുകളും കണ്ട ദൈവം ആ കുഞ്ഞുങ്ങൾക്ക് ബലമായിട്ടൊരു വിവാഹം സ്വർഗത്തിൽ നടത്തി.
എല്ലാ വിധത്തിലും സന്തോഷമായിരുന്നു. നിർമ്മലമായ ഒരു ചെറിയ വിവാഹം അതേപോലെ നടത്തി. ആ നടത്തി അവര് സന്തോഷമായിട്ട് പോയി. ഇപ്പോഴും അവർക്ക് അധിക നാളായില്ല, ഒരു 4 മാസമായിട്ടേ ഉള്ളൂ. അത്രത്തോളം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ക്രിസ്തുവിലുള്ള ഒരു വിവാഹം. ഞാൻ ആഗ്രഹിച്ച ഒരു വിവാഹം എനിക്ക് കിട്ടിയില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല നടന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു കുറ്റവും ഞാൻ ആർക്കും പറയാനുമില്ല. പക്ഷെ ദൈവത്തിന് എന്നിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി. ഇപ്പം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ക്രിസ്തുവിനല്ലാതെ ഞാൻ ഏത് ബന്ധക്കോസുകാരൻ കൂടുതൽ ക്രിസ്തുവിനെ വിശ്വസിക്കും. കാരണം അത്രത്തോളം ഞാൻ ക്രിസ്തുവിൽ തന്നെ ജീവിക്കുന്നു. എനിക്ക് കപടതയില്ല. എന്റെ സാക്ഷ്യം പോലെ ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു വചനമുണ്ട്. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തില് 15-ാം വാക്യം. അത് വിശ്വാസത്തിലൊക്കെ വന്നതിന് ശേഷം ജീവിക്കുന്നത് എവിടെയാണെന്നാണ് ക്രിസ്തു നോക്കുക. ഇതിലധികം നിനക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ ആലയത്തിൽ വന്ന് ആരാധിക്കണം, എന്റെ ഉപദേശം കിട്ടണമെന്ന് വാക്യത്തിലുണ്ട്. എന്റെ ഉപദേശം ഇതിലധികം പതിപ്പാതിരിപ്പാൻ. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു അനുഭവം ഇനി ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് പാപം ചെയ്യരുതെന്നുണ്ട്. ഇനി പാപം ചെയ്യാതെ ക്രിസ്തുവിൽ തന്നെ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ തന്നെ ജീവിക്കുകയും ക്രിസ്തുവിൽ തന്നെ മരിക്കുകയും ചെയ്യാനൊരു അനുഭവമാണ് അത് പറയുന്നത്. അല്ലാതെ എനിക്ക് വിടുതൽ കിട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു വഴിക്ക് പോയതല്ല. ആ അനുഭവം ക്രിസ്തുവിൽ തന്നെ ആ മനുഷ്യനെ ഒരിക്കൽ കൂടി ആലയത്തിൽ വെച്ചാ കാണുന്നത്. ആലയത്തിന് പുറത്തുനിന്ന് വെച്ച് കാണുന്നില്ല. അപ്പോഴേ ഉപദേശം കിട്ടുന്നുള്ളത് ഞാൻ വിശ്വസിക്കും. ഇതിലുള്ള വചനങ്ങള് എനിക്ക് ശരിക്കും മർമ്മവും പൊരുളും ഒക്കെ ഞാൻ ഒരു ദൈവദാസനെ ആശ്രയിക്കാൻ ഞാൻ പോകാറില്ല. അപ്പോഴെല്ലാം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ വചനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യും. തിമോഥെയോസും പൗലോസും പറയുന്നത് പോലെ ഞാൻ ബൈബിളിലെ വചനങ്ങളെ കൂട്ടിയേർക്കുന്ന അനേകരെ പോലെയാണ്. പിന്നെ അതിന്റെ അടുത്ത വാക്യത്തില് പറയുന്നത് നിർമ്മലതയോടും ദൈവകൽപ്പനയാലും ദൈവസന്നദ്ധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കും. ഞാനിപ്പോ ക്രിസ്തുവിലാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ഒരു കപടതയും. ഞാനിപ്പോ ക്രിസ്തുവിലാണ് സംസാരിക്കുന്നത്. എനിക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ ബൈബിള് വചനം എടുത്ത് പ്രാർത്ഥിക്കാനോ ദൂത് പറയാനോ ഞാൻ നിന്നിട്ടില്ല. ഞാൻ ശരിക്കും ബൈബിള് വായിച്ചാൽ ഞാനത് മനസ്സിലാക്കുക. തിമോഥെയോസ് പൗലോസ് കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തില് 2-ാം കൊരിന്ത്യലേഖനത്തില് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചത് അറിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഈ വചനം കൂട്ടിച്ചേർക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇത്രയും നേരമായിട്ട് ഈ വചനം പറയാൻ കാരണം എനിക്ക് ഈ വചനം എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് ക്രിസ്തുവിൽ നിന്ന് വിട്ടുമാറി പോകരുത് എന്നുള്ളൊരു സന്ദേശം കൊണ്ട് ഞാൻ ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തില് ആ വചനം പറയാൻ കഴിയും. ക്രിസ്തുവിൽ തന്നെ ജീവിക്കണം. നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വിശ്വാസിയാ, ഞാൻ അവിടുത്തെ സഭയിൽ അംഗമാണ് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ തന്നെ ജീവിക്കണം. അതിന് ആലയത്തിനുള്ളിൽ വെച്ചായിരിക്കണം ക്രിസ്തു നമ്മളെ കാണേണ്ടത്. ആലയത്തിന് പുറത്ത് ഭവനത്തിലാണെങ്കിൽ ശരിയോട്ടെ, പക്ഷെ ആലയത്തിനുള്ളിൽ വെച്ച് ക്രിസ്തു നമ്മളെ കാണണം, നമ്മളെ ഉപദേശിക്കണം, ഉപദേശം വാങ്ങണം, ആ ഉപദേശത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം എന്റെ മകളെ നല്ല രീതിയിൽ എന്റെ മരുമകന് വേണ്ടി ആ മരുമകന്റെ ഭാവി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മരുമകന്റെ ഭാവി എന്റെ അനുഭവം കൊണ്ട് ഞാൻ മരുമകന്റെ ഭാവിയെ ഉദ്ദേശിച്ചു. എന്റെ പിതാവിന് ചെറിയ പ്രായം തൊട്ടേ ആശാരോപദേശി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു റിലേഷനിലുള്ള ആ ആശാരോപദേശി എവിടെ പ്രസംഗം ഉണ്ടെങ്കിലും ഈ ചെറിയ പ്രായം 4-ാം വയസ്സ് മുതൽ എന്നെ അവിടെ കൊണ്ടുപോയിരുന്നു. ഞാനിപ്പം കൂട്ടിക്കലർത്തിയേ പറയാൻ പറ്റുന്നുള്ളൂ. എല്ലാം കൂടെ ഒക്കെ നമുക്ക് ഓർത്ത് ഇതെല്ലാം എന്റെ പിതാവിന്റെ ആഗ്രഹമാണ്. എന്നിൽ കൂടി എന്റെ ജ്യേഷ്ഠനിൽ കൂടി നടക്കും. ഞാൻ വിശ്വസിക്കുന്നു പിതാവിന്റെ ആഗ്രഹമാണ്. അന്ന് നടക്കാതെ പോയ ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു നമുക്ക് പള്ളി ചേരാം എന്ന് അന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാം അല്ലാതെ പള്ളി ചേരാം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഈ യാഥാസ്ഥിതികോ ഹിന്ദുക്കളായിട്ട് ജീവിച്ചിട്ടുള്ളവര് എങ്ങനെ പിന്നെ പള്ളി ചേരുന്നത് എന്നൊരു മനോഭാവത്തിൽ എല്ലാവരും തള്ളിപ്പോയി. പക്ഷേ അതിനൊക്കെ ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങള് സുവിശേഷ യോഗങ്ങള് എന്റെ ജ്യേഷ്ഠന്റെ സുവിശേഷ യോഗത്തിന് പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച് സാമ്പത്തികമായിട്ട് ചെലവാക്കി മറ്റുള്ള കാര്യങ്ങൾ മുഴുക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമേ എനിക്ക് ശാശ്വതമായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോഴീ 11 വർഷത്തിന് മുമ്പ് ഉണ്ടായ അനുഭവത്തിൽ കൂടാണ് ക്രിസ്തുവിലേക്ക് വരാൻ പറ്റിയത്. എനിക്ക് അങ്ങനെ ഒന്നും തന്നില്ല, ഞാൻ വരത്തില്ല.
എനിക്ക് ഈ വേർപാട് തന്നില്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിലേക്ക് വരത്തില്ല. പക്ഷേ ആ അനുഭവം ക്ഷേത്രങ്ങളിൽ പോലും എന്നെ അടുപ്പിക്കാതെ ക്രിസ്തുവിലേക്ക് തന്നെ കൊണ്ടുവന്നത് ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴും ക്ഷേത്രങ്ങളിലൊന്നും എന്നെ അടുപ്പിക്കാറില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന എന്നെ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ചോദിച്ചു. ഞാൻ എന്റെ മകളുടെ വിവാഹം നടത്തിയപ്പം അനില് വിശ്വസിക്കുന്നത് ദൈവത്തെയാണ്. എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അനില് വിശ്വസിക്കുന്നത് ഏത് ദൈവത്തെയാണ്? ഞാൻ എന്തിനാ ഇങ്ങനെ വിവാഹം നടത്തിയെന്ന് ചിന്തിക്കാനുള്ള കൃപയില്ല അവർക്ക്. ഞാൻ അങ്ങനെ വിശ്വസിക്കൂ, ചിന്തിക്കാനുള്ള കൃപയില്ല. അങ്ങനെ കൃപയുണ്ടായിരുന്നെങ്കിൽ എന്നോട് ആലയത്തിൽ വെച്ച ഞാൻ പറഞ്ഞ പാസ്റ്റർ വിശ്വസിക്കുന്ന ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം, ഇതൊക്കെ സത്യമായിട്ട് അന്നേരം ചോദിച്ച ചോദ്യങ്ങളാണ്. ആ വേദനിക്കുന്ന ഒരു ചോദ്യം പോലും എന്നോട് ചോദിക്കരുത്. കാരണം ഞാൻ നിങ്ങളെ അങ്ങനെയല്ല കണ്ടത്. എന്നോട് ചോദിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചത് കൊണ്ട് 11 വർഷം വരെ അതേപോലെ ജീവിച്ചത് കൊണ്ട് അവര് ഓരോരുത്തരും വിചാരിക്കുന്ന പാരമ്പര്യമില്ലാത്ത ക്രിസ്ത്യാനികളല്ലാത്ത ഹിന്ദുക്കളെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നത്. അതേപോലെ വിശ്വസിക്കുന്ന ആരുമില്ല എന്ന് വേണമെന്ന് പറയത്തക്കോ എന്നോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ വിശ്വാസത്തിൽ നിൽക്കും. പാരമ്പര്യക്കാരായിക്കോട്ടെ, അവർ വിശ്വാസത്തിൽ തന്നെ ജീവിച്ചത്. പക്ഷെ പെട്ടെന്ന് വന്ന് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹവും വഴികാട്ടലും ഇപ്പോഴും ഞാൻ ക്രിസ്തുവിൽ തന്നെ ജീവിക്കുന്നു ധൈര്യമായിട്ട് പറയാൻ എനിക്ക് പറ്റും. എന്റെ ജീവിതം അങ്ങനെ എനിക്ക് ദൈവം തന്നത്. ആരോടും ഒരു കുറവും പറയാൻ, ഒരു മനുഷ്യന് എന്റെ ഒരു കുറവ് പറയാനില്ല. ഈ പാസ്റ്റർ ചോദ്യം ചോദിച്ചതല്ലാതെ ഇന്നേ വരെ ഒരാളും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം ഹിന്ദുക്കൾ എന്നെ കൊല്ലാൻ നിൽക്കുക. ഞാനിപ്പോ ഈ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമാണ്. ഇവരൊരു മുറിയുടെ വ്യത്യാസമുള്ളൂ. ആ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ആരും വെല്ലുവിളിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ഹിന്ദുക്കളായിട്ടുള്ളവരും RSSകാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഒരു പിതാവിന്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക്, ദൈവികതയുടെ നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ മറ്റൊരു പിതാവിന്റെ ദുഃഖം മനസ്സിലാക്കാൻ പറ്റൂ. പാരമ്പര്യമുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളെ അവർക്ക് ക്രിസ്തുവിൽ തന്നെ വിവാഹം കഴിച്ചുവിടാം. പക്ഷെ എന്റെ ആഗ്രഹം അവര് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് വിവാഹം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവര് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് വിവാഹം സ്വർഗത്തിൽ നടക്കണം. അതിന് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവരുടെ വിവാഹം നടത്താൻ പറ്റത്തില്ല. ഈ തുടക്കത്തിൽ ഇപ്പൊ നടന്നാൽ നടന്നു, അല്ലെങ്കിൽ അവർക്ക് പിന്നെ നടത്താൻ പറ്റത്തില്ല. ഞാൻ ആഗ്രഹിച്ചത് നല്ല മർമ്മവും പൊരുളും വ്യാഖ്യാനവും ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആരെന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. ഞാൻ ക്രിസ്തുവിൽ എന്റെ മകളുടെ വിവാഹം നടത്തി. അവർക്കുള്ള ഭാവിയാണ്. അതും പ്രത്യേകിച്ച് എന്റെ മരുമകനായിട്ടുള്ള മകന്റെ ഭാവി. അവർക്ക് പോലും അറിയാം, ആ കുടുംബത്തിനും അറിയത്തില്ല ഞാൻ എന്താ അങ്ങനെ ചെയ്യുന്നത്. ആ കുടുംബത്തിനും അറിയത്തില്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ ക്രിസ്തുവിൽ ആയതിനു ശേഷം ഉണ്ടായ എന്റെ അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ പറയുന്ന ഭാഗ്യം എനിക്കുണ്ടായില്ല. എന്റെ കുടുംബമായിട്ട് ജീവിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായില്ല. അതെനിക്ക് പ്രശ്നമല്ല. ശിഷ്യന്മാരായ 12 പേർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയവരാ. ഞാനത് വിശ്വസിക്കും, ഞാൻ മനസ്സിലാക്കും. അവരെ 5000 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ എല്ലാം വേർപെട്ട് വരാനാ ദൈവം ആവശ്യപ്പെട്ടത്. അവരും എല്ലാം വേർപെട്ട് തന്നെ വന്നിരിക്കും. അവർക്കും എല്ലാം നഷ്ടപ്പെട്ടവരാ. പക്ഷെ അവരിലും അവിശ്വാസികളായി പോയവരും ഉണ്ട്. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരാളായിട്ട് എന്നെ അവരെന്നും ആരും കൂട്ടണ്ട. ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ജീവിക്കുന്നതിനുള്ള ബലവും ഊർജവും തരുന്ന ഒരു ദൈവം, അതെല്ലാവർക്കും ഞാൻ പകർന്നു കൊടുക്കും. ഈ നിമിഷം വരെ ഓരോരുത്തരും എന്നെ വിളിക്കുമ്പോഴും ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കുന്ന ഓരോ വചനങ്ങളും വാക്കുകളും അവർക്ക് ബലമാണ്. ഒരു നിമിഷത്തോടും എത്രയെത്ര ക്യാൻസർ രോഗികളെ സൗഖ്യപ്പെട്ടും വെറുതെ പറയുന്നത്. ഇഷ്ടം പോലെ സാക്ഷ്യം ആരാവശ്യപ്പെട്ടാലും സാക്ഷ്യം കൊടുക്കും. രേഖകളായിട്ടുള്ള സാക്ഷ്യം. ദൈവത്തെ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അത് ദൈവം വഴിയായി തന്നെ ചെയ്യും. വഴിയായി തന്നെ ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ദൈവത്തെ വിശ്വസിക്കുമെങ്കിൽ പ്രാർത്ഥന ക്രിസ്തുവിലായിരിക്കും. ക്രിസ്തുവിൽ തന്നെ, ക്രിസ്തുവിൽ നമ്മളിൽ കൂടി ക്രിസ്തു സംസാരിക്കണം. അതായിരിക്കും പ്രാർത്ഥന. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ക്രിസ്തുവിൽ എനിക്ക് അല്പം തീയുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം മറ്റുള്ളവരുടെ ദൈവത്തെ വിശ്വസിക്കട്ടെ, അറിയട്ടെ. എനിക്ക് ഇനി ഉള്ള കാലവും ദൈവത്തിൽ തന്നെ ജീവിക്കുകയും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ കഷ്ടതകളും പ്രയാസങ്ങളും മാറും. ദൈവത്തെ കൊണ്ടുവരുമ്പോൾ അവർക്കുള്ള ആവശ്യം ദൈവം ആഗ്രഹിക്കുകയും അവർക്കുള്ള ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ ഭാഗ്യം എനിക്ക് ദൈവം തുറന്നതുകൊണ്ട് ഞാൻ ഇനിയും അനേകർക്ക് പോകും.
ഇത് ഏതെങ്കിലും സാക്ഷ്യം വേണമെങ്കിൽ അവർക്കത് കൊടുക്കാം. ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി, അല്ലാതെ എന്റെ പ്രവൃത്തി ഒന്നും അല്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക. ദൈവം പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടി ഇപ്പോൾ ഈ സാക്ഷ്യത്തില് സത്യസന്ധമായിട്ടുള്ള അതിന് ഈ പറയുന്ന ഒരു പ്രാസം ഒപ്പിച്ചോ മറ്റൊരു ഭാഗത്തും ഞാൻ ഒരു അബദ്ധവശാൽ പോലും ഒരു കള്ളം പറയാൻ പണിപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെല്ലാം സത്യം, ക്രിസ്തുവിലുള്ള സത്യം. ഞാൻ എന്നെ അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഞാൻ വർണ്ണിക്കാനുണ്ട്. അത് ഒരുപാട് കഷ്ടതകളാണ്. ഒരു 2 വയസ്സിൽ ഒരു അമ്മ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വേദനയും കഷ്ടതയും അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ 53 വയസ്സുണ്ട്. ഈ 53 വയസ്സ് വരെയും ഞാൻ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ഈ 11 വർഷം കൊണ്ട് ഒറ്റപ്പെടൽ തന്നെ അനുഭവിക്കാൻ ദൈവം അനുഭവിച്ചില്ല. എന്റെ കൂട്ടത്തിൽ എന്റെ ദൈവമുണ്ട്, എന്റെ കൂടെ എപ്പോഴും ദൈവം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. എന്റെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം. നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ അത് ആർക്കും വേണ്ടിയാണ്? ക്രിസ്തുവിന് വേണ്ടിയല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ്. നിങ്ങൾ വിശ്വസിക്കുക. ആരുവേണേലും എന്നോട് ചോദിച്ചോട്ടെ, എന്റെ സാക്ഷി പുതിയ പുറമൊക്കെ പറയാനുണ്ട്. പക്ഷെ ഞാനത് അത്രത്തോളം പറഞ്ഞുകൊണ്ട് പോകാൻ അനുഭവിക്കുന്നില്ല. കാരണം എനിക്ക് അത്രത്തോളം പറയുമ്പോ തന്നെ ഞാൻ ഇതിനും ക്രിസ്തുവിനെ എത്തുന്നില്ല. അപ്പൊ ബാക്കി ദിവസങ്ങളുടെ കടുപ്പം വരും. അത് ചിലപ്പം ഇവന് എന്നെ പറയുന്ന പോലെ ഇവർക്ക് അച്ഛന്റെ മകനല്ലേ, ഇവന് ഭ്രാന്തണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വരില്ലേ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു ആശാരിക്ക് ജനിച്ചതാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് പോലും ഒരു പാർശ്വത്ത് പോലും ആ ഒരു കൃപ കൊടുക്കാൻ ദൈവം എനിക്ക് തന്ന ഒരു കൃപയ്ക്ക് ഞാൻ ദൈവത്തെ എത്രത്തോളം സ്നേഹിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുന്നത്. ഞാൻ ഇത്തരത്തോളം ഒരു വിപുലമായ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന ആരോമ ടിവിയോടും പ്രത്യേകിച്ച് പ്രിയ പാസ്റ്ററോടും ഒരിക്കലും തീരാത്ത കടപ്പാടും സ്നേഹവും ദൈവത്താലുണ്ട്. എനിക്ക് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. എന്റെ സാക്ഷ്യത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കേൾക്കുന്നവർ സദയം ശ്രമിക്കട്ടെ. പക്ഷെ ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിനാണ്. എനിക്കല്ലാതെ ഒന്നും നേടിയിട്ടല്ല. ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല ഞാൻ ഒന്നും നേടിയിട്ടില്ല. ക്രിസ്തുവിൽ നേടിയ ആത്മീയതയും സുവിശേഷവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു സ്വഭാവം ഞാൻ ക്രിസ്തുവിൽ നേടിയതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്റെ സാക്ഷ്യം കേട്ട് അത് അനുകരിക്കാൻ പറ്റുമെങ്കിൽ അനുകരിക്കും. അല്ലാതെ എനിക്ക് നിങ്ങളോടൊന്നും വേറെ പറയാനില്ല. ഒരു കാര്യവും ഞാൻ നേടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ കഷ്ടതയില്ല. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടും. ഇപ്പോഴും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അത് മറ്റുള്ളവരോട് പറയാനല്ല. ഞാൻ പറഞ്ഞത് അതങ്ങനെ നേടിയിട്ടൊന്നുമല്ല. നേടാമെന്നും വിചാരിച്ചാലും ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ പലർക്കും അനുഭവങ്ങളിൽ കൂടി പല അനുഭവങ്ങളും സാമ്പത്തികമായിട്ട് സഹായങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കതിന്റെ ഒരു അനുഭവം ഞാൻ വാങ്ങാനുണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ കാർപ്പൻറ്റർ ജോലി ചെയ്താൽ ജീവിക്കുന്നത്. ഇന്നും ജോലി ഉണ്ടെങ്കിൽ ജോലി ചെയ്യും. എന്റെ കൂടെ ഞാൻ 3-4 പേര് ജോലിക്ക് ഉണ്ടായിട്ടുള്ളവരുടെ ഞാൻ ജോലി ചെയ്ത് ഇപ്പം ഞാൻ ജീവിക്കുന്നതാണ്. ഞാൻ ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കലും ഞാൻ വെച്ചു. കിട്ടുന്നെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. അത് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു ആ സാമ്പത്തികം കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കും. കേൾക്കട്ടെ, ആര് വേണേലും ഇതെല്ലാം ഞാൻ പരിചയപ്പെട്ടവരും എല്ലാം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. എന്തെങ്കിലും സ്വഭാവത്തിന്റെ വ്യത്യാസമുണ്ട്. പാസ്റ്ററെ വിളിച്ച് ചിലപ്പോൾ പറയാം, അതാണ് ഇന്നത് ഒരാളുണ്ട്, ആ ആള് പറഞ്ഞതിനകത്ത് സത്യമില്ല, പറയട്ടെ, എന്തെങ്കിലും ഉണ്ടൊക്കെ പറയട്ടെ. ആർക്കെങ്കിലും ഇത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന സാക്ഷ്യമല്ല ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് ക്രിസ്തുവിലുള്ള അഭിമാനം എനിക്ക് വേണ്ടത്. എനിക്ക് എന്റെ വ്യക്തിപരമായ മാനുഷിക അഭിമാനത്തിനപ്പുറത്ത് ക്രിസ്തുവിലുള്ള അഭിമാനം ഞാൻ ഇത്രയും നേരം പറയുന്നു. ഒരാൾക്ക് പോലും പറയാൻ പറ്റത്തില്ല. എന്റെ ഭാര്യ എന്റെ കഴുത്തിന് പിടിച്ചു, എന്നെ അസഭ്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞ് സാക്ഷ്യം പറയും. പക്ഷെ എനിക്ക് യാതൊരു വിഷമവുമില്ല. അതൊക്കെ ക്രിസ്തുവിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കും. അന്ന് ഞാൻ സഖിയായിട്ട് ഒരു അടി കൊടുത്തു. അതല്ലാതെ ഒരു തെറ്റും ഞാൻ അന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഇനി എനിക്ക് അങ്ങനെ താല്പര്യമില്ല, ഒന്ന് ജീവിക്കാനുള്ള ഒരു താല്പര്യമില്ല. എനിക്ക് ക്രിസ്തുവിൽ ജീവിച്ചത്. അതിന് ഇനി പറയുന്നതൊക്കെ കുറവായിട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ, എനിക്ക് വിഷയമാണ്. ഞാൻ ക്രിസ്തുവിൽ തന്നെ ജീവിക്കും. എന്റെ മക്കൾക്ക് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച രോഗസൗഖ്യം കിട്ടും. പക്ഷെ എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. എന്താണ് അതിന്റെ കാര്യമെന്ന് എനിക്ക് ചോദിച്ചാൽ അത് ഞാനായതുകൊണ്ട്. ഞാൻ ആ ബൈബിളിലെ വചനം ഉറപ്പാ. നീ അച്ഛന്റെ മകനല്ലേ, അല്ല നീ എന്റെ അച്ഛനല്ലേ, ഇതാണ് എന്റെ മക്കള്, നീ എന്റെ അച്ഛനല്ലേ എന്ന് അവരുടെ ചിന്ത.
പിന്നെ പൊതുവായിട്ടുള്ളവര് ഇവൻ തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞാൽ ആശാരിയല്ലേ. നിനക്ക് ഞാൻ അങ്ങനെ ജാതിയൊന്നും പറയുമല്ല, എന്നോട് അങ്ങനെ തെറ്റിദ്ധാരണ വെക്കരുത്. പക്ഷേ കുറവുകൾ വരാതെ ദൈവദാസന്മാരോടും പ്രാർത്ഥിക്കുന്നവരോടും പൂർണ്ണമായി സഹകരിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കൃപ ആർക്ക് കൊടുത്തിരിക്കുന്നത് ആർക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റും. കൃപയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഗാണ്ടി നടിക്കുന്നവരും ഒരുപാട് പേര് കാണും. പക്ഷെ അവർക്ക് കൃപയുണ്ടെന്നുള്ളത് അവർ തന്നെ പറയുകയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കൃപയുള്ളവരെ കണ്ട് മനസ്സിലാക്കി അവരുമായിട്ട് സഹകരിക്കാൻ ശ്രമിക്കുക എന്റെ ആഗ്രഹമാണ്. ഞാൻ തീർച്ചയായിട്ടും പാസ്റ്റർമാരുടെ പുറകിൽ പോയി സഞ്ചരിക്കാനോ അവര് പറയുന്നത് കേൾക്കാതിരിക്കാനോ അല്ലെ അവര് പറയുന്നത് മാത്രമേ കേൾക്കാനോ ഒന്നും ഞാൻ നിൽക്കരുത്. എന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പറയും ഇത് പാസ്റ്റർമാരാരും പ്രാർത്ഥിക്കുന്ന വൈബ്രേഷൻ ഇല്ല, പ്രാസമില്ല, ഇതൊന്നുമില്ല, പിന്നെന്താ ഇങ്ങനെ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. പക്ഷെ ഞാൻ കൊരിന്ത്യർ ലേഖനത്തിന്റെ കാര്യം അവർക്ക് അറിയില്ലല്ലോ, പൊതു ജാതിയിൽപ്പെട്ടവർക്ക് അറിയത്തില്ലല്ലോ. ബൈബിളിലെ കൊരിന്ത്യന്റെ 2-ാം അധ്യായത്തിലെ 2-ാം പുസ്തകത്തിലെ കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന്. ബൈബിളിന്റെ വചനത്തെ കൂട്ടിയേർക്കുന്ന അനേകരെ പോലല്ല ഞങ്ങൾ. പൗലോസും തിമോഥെയോസും കൂടെ പറയുന്ന വാക്കാത്. അങ്ങനെ ഒരാളാ ഞാൻ അങ്ങനെ വിശ്വസിക്കും. പക്ഷെ നിർമ്മലത വേണം, ദൈവകൽപ്പന കിട്ടണം, ദൈവസന്നിധിയിൽ തന്നെ നിൽക്കണം, ക്രിസ്തുവിൽ സംസാരിക്കണം. അത് കിട്ടാൻ എങ്ങനെ കിട്ടും? അത് കിട്ടണം. അത് കിട്ടിയിട്ടേ ഇങ്ങനെ ആകാൻ പറ്റും. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാൻ പറ്റും. വൈബ്രേഷൻ വരും, പ്രാസം വരും, ബൈബിൾ വചനം വരും. വചനം പ്രബോധിപ്പിക്കണം, പാരായണം ചെയ്യണം. അങ്ങനെ അതിനാവശ്യത്തിന് മാത്രം എടുക്കാനുള്ളതാണെന്നാ ഞാൻ പഠിച്ചു വെക്കുന്നത്. പ്രാർത്ഥനയ്ക്കല്ല, പാരായണം ചെയ്യാനും പ്രബോധനത്തിനും പ്രഭാഷണത്തിനും ഞാൻ അങ്ങനെ പഠിച്ചു വെക്കും. അതല്ലാതൊന്നും പ്രാർത്ഥനയ്ക്കോ ദൂതിനോ ഇതൊന്നും കേട്ടോട്ടെ കാര്യം. ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതാ. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു വിഷമവുമില്ല. ഇത്രയും സമയം ഓരോരുത്തരോടും എന്നെ കേൾക്കാൻ പ്രയാസമില്ലാതെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കട്ടെ. അപ്പം ഇത്രയും അവസരം തന്നതിന് ഞാൻ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്തോത്രം ചെയ്യും. സർവശക്തനായ ദൈവമേ, സ്വർഗസ്നായ പിതാവേ, നല്ല ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യും. ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവമേ, ഇങ്ങനൊരു അവസരത്തിനായി കർത്താവേ, പ്രിയപ്പെട്ട പാസ്റ്ററും കർത്താവേ അതിനൊരു അവസരം ഒരുക്കും മറ്റ് സാങ്കേതിക വിദഗ്ധരും മറ്റെല്ലാ ആളുകളും കർത്താവേ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പാത്രമായി തീരുവാനും ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഒരു മഹാഭാഗ്യം അടിയനെ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മഹാഭാഗ്യത്തിനായി എത്ര നന്ദി കൊണ്ട് സ്തുതിച്ചാലും മതിയാവില്ല, എത്ര വാഴ്ത്തിയാലും മതിയാവില്ല. സർവശക്തനായ ദൈവത്തിന്റെ കർത്താവെ മഹത്വത്തെ എത്ര വന്നിച്ചാലും മതിയാവില്ല. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ അവസരത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ലോകം മുഴുക്കൽ വ്യാപരിച്ച് കർത്താവെ, സ്തോത്രം, എല്ലാവരും ക്രിസ്തുവിലേക്ക് കർത്താവെ കടന്നു വരുവാൻ തക്കവണ്ണം എന്റെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, അനേകർക്ക് എന്റെ ഈ കർത്താവെ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒരു വലിയ സാക്ഷ്യത്തിനും മറ്റുള്ള അനേകർക്ക് സാക്ഷ്യങ്ങളുമാക്കാനും അനുഗ്രഹമായി മാറുവാൻ ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ അനുഗ്രഹിക്കണം. സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ എപ്പോഴും വിശ്വസിച്ച് ഉറപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളെ കൃപയാൽ അനുഗ്രഹിക്കാനും കർത്താവ്. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനായി വെളിപ്പെട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ സജീവ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു പ്രിയ കർത്താവദാസൻ വിജയ അനിൽ അവറുകൾ. ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ, ജീവിതത്തിലെ വേറിട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർക്ക് ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട വചനം സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്.
ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com